ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൃഷി വകുപ്പിന് കീഴിലും കുടുംബശ്രീയിലും സർക്കാർ ആശുപത്രിയിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കുടുംബശ്രീയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കുടുംബശ്രീ സംസ്ഥാന മിഷൻ പബ്ലിക് റിലേഷൻസ് വിഭാഗത്തിലേക്ക് വീഡിയോ എഡിറ്ററെ ആവശ്യമുണ്ട്. 2 മാസത്തേക്കാണ് നിയമനം. പ്രതിമാസ ശമ്പളം 40,000 രൂപയാണ്. യോഗ്യത ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും വീഡിയോ എഡിറ്റിംഗിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. കൂടാതെ അഡോബ് പ്രീമിയർ പ്രോ, ക്ലിപ്പ് ചാമ്പ്, അഡോബ് പ്രീമിയർ റഷ് എന്നീ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. കൂടാതെ ഡോക്യുമെൻ്ററി, ഷോർട്ട് വീഡിയോ, മോഷൻ പിക്ചർ, റീൽസ് എന്നിവ ചെയ്യുന്നതിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 50 വയസ്സ് വരെയാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം 11/4/2025 രാവിലെ 10 മണിക്ക് കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 2025 ഏപ്രിൽ 11 രാവിലെ 10 മണിക്ക് കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ എത്തേണ്ടതാണ്. വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ എത്തുന്നവർ സ്വന്തം ലാപ്ടോപ്പ് കൊണ്ടുവരേണ്ടതാണ്. വീഡിയോ എഡിറ്ററെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് വിഭാഗം മുഖേന ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യസമയത്ത് തന്നെ ഗുണമേന്മയോടെ ചെയ്ത് നൽകേണ്ടതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് 2 മാസത്തേക്കായിരിക്കും നിയമനം. ഇപ്പോൾ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ, 2nd ഫ്ലോർ, ട്രിഡ റിഹാബിലിറ്റേഷൻ ബിൽഡിംഗ്, മെഡിക്കൽ കോളേജ് PO, തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ഫിസിഷ്യൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ഏപ്രിൽ 15 രാവിലെ 11 മണിക്കാണ് അഭിമുഖം ഉണ്ടായിരിക്കുക. പ്രീ ഡിഗ്രിയിൽ 50% മാർക്ക് അല്ലെങ്കിൽ ശാസ്ത്ര വിഷയങ്ങളിൽ B ഗ്രേഡും BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഇൻ കാർഡിയോ തെറാസിക് ആൻഡ് വാസ്കുലർ സർജറിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും ബയോഡേറ്റയും സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ECG ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി ഏപ്രിൽ 10 രാവിലെ 11 മണിക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും VHSC സർട്ടിഫിക്കറ്റ് ഇൻ ECG, PSC അംഗീകരിച്ച ECG ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും ബയോഡേറ്റയും സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ SFAC കേരള മുഖേന രൂപവൽക്കരിച്ച ജില്ലയിലെ പൊന്മുണ്ടം ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന തിരൂരിലെ ബെറ്റല്ലി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. MBA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BTech അഗ്രികൾച്ചർ അല്ലെങ്കിൽ വെറ്റിനറി അല്ലെങ്കിൽ BFSc ഗ്രാമീണ വികസനം അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രവൃത്തി പരിചയം യോഗ്യതയും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ ബയോഡേറ്റയോടൊപ്പം തിരൂർ പെറ്റൽ പ്രൊഡ്യൂസർ കമ്പനി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ഏപ്രിൽ 15 വൈകിട്ട് 6 മണിക്ക് മുമ്പ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. മീനാക്ഷിപുരം പെരുമാട്ടി ഗവൺമെൻറ് ITIയിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ കൂടിക്കാഴ്ച ഏപ്രിൽ 9 നടത്തുന്നുണ്ട്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിലേക്കുള്ള 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയോടൊപ്പം 1-2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും NAC അല്ലെങ്കിൽ NTC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ രാവിലെ 11 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ITIയിൽ ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ ഷോളയൂർ FHSCയിലെ ആംബുലൻസ് ഓടിക്കുന്നതിന് ഡ്രൈവറെ ബത്ത വ്യവസ്ഥയിൽ നിയമിക്കുന്നുണ്ട്. 4-വീലർ ലൈസൻസും ബാഡ്ജുമുള്ള ഹെവി ഡ്യൂട്ടി വാഹനം ഓടിക്കുന്നതിൽ പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ ഏപ്രിൽ 9 വൈകിട്ട് 5 മണിക്കകം FHSC ഷോളയൂർ @gmail.com എന്ന വിലാസത്തിൽ അയക്കണം. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിക്കുന്ന ബത്ത നിരക്കിൽ മാത്രമേ വേതനം ലഭിക്കൂ. ആശുപത്രിയുടെ സമീപവാസികൾക്കും മുൻഗണന ലഭിക്കും.
അടുത്തത് പാലക്കാട് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിൻ്റെ പാലക്കാട് ജില്ലയിലെ സാഫ് DME പദ്ധതിയുടെ ഭാഗമായി മിഷൻ കോർഡിനേറ്ററെ നിയമിക്കുന്നുണ്ട്. താൽക്കാലിക നിയമനമാണ്. MSW അല്ലെങ്കിൽ MBA 2 വീലർ ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. നിശ്ചിത യോഗ്യതയുള്ളവർ ഏപ്രിൽ 9 മലമ്പുഴ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ രാവിലെ 10:30 കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.